ബിഗ് ബോസിൽ നിന്നും റോക്കി പുറത്തായത് സഹമത്സരാർത്ഥികളിൽ പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ട്. റോക്കിയെ പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഭൂരിപക്ഷം മത്സരാർത്ഥികളുടെയും അഭിപ്രായം. സിജോയെ തല്ലിയതിൻ്റെ പേരിലാണ് റോക്കി കഴിഞ്ഞ ദിവസം പുറത്തുപോയത്. തനിക്ക് റോക്കിക്കെതിരെ പരാതിയില്ലെന്ന് സിജോ ബിഗ് ബോസിനോട് പറഞ്ഞെങ്കിലും ചട്ടപ്രകാരം റോക്കിക്ക് പുറത്തു പോകേണ്ടതായി വന്നു. വീടിനുള്ളിൽ എല്ലാവരും ഗെയിം പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും റോക്കി സിജോയെ തല്ലുമെന്ന് മിക്കവരും കരുതിയിരുന്നില്ലായിരുന്നു. പ്രത്യേകിച്ചും തൊട്ടു മുൻപത്തെ ദിവസം ലാലേട്ടൻ റോക്കിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതുമാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ റോക്കി ഇത്തരമൊരു അബദ്ധം കാണിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പിന്നാലെ റോക്കിയെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയും കുറച്ച് സമയത്തിനുള്ളിൽ റോക്കി ഷോയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. കൺഫഷൻ റൂമിൽ റോക്കി പൊട്ടിക്കരയുന്നതും പുറത്തുള്ള മത്സരാർത്ഥികൾക്ക് കേൾക്കാമായിരുന്നു. പോകും മുൻപ് അവസാനമായി റോക്കിക്ക് മത്സരാർത്ഥികളോട് യാത്ര പറയാൻ പോലും പറ്റിയിരുന്നില്ല. എല്ലാവരെയും വിളിച്ചു ചേർത്ത് റോക്കി പുറത്തായ കാര്യം ബിഗ് ബോസ് അറിയിച്ചപ്പോൾ പലരും വിഷമത്തിൽ കരയുകയും ചെയ്തു. ആദ്യം പൊട്ടിക്കരഞ്ഞത് അൻസിബയും ഋഷിയുമാണ്. ഋഷിയും അൻസിബയും ജാൻമണിയുമെല്ലാം റോക്കിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. റോക്കി പോയ വിഷമം അൻസിബയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റോക്കി എന്തുകൊണ്ടും ഈ ഷോയിൽ നിൽക്കാൻ അർഹനാണെന്നും പുറത്തായത് ശരിയായില്ലെന്നും പറഞ്ഞാണ് അൻസിബ പൊട്ടിക്കരഞ്ഞത്. ജാൻമണി അൻസിബയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജാൻമണിക്കും കരച്ചിലടക്കാനായില്ല. അൻസിബയുടെ കരച്ചിൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ഗൗരവമായി എടുത്തിട്ടില്ല. മാത്രമല്ല ഇത് അഭിനയമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. റോക്കിക്ക് ആരാധകരുണ്ടെന്ന് അൻസിബയ്ക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. ഈ വോട്ട് കിട്ടാനാണ് അൻസിബയുടെ തന്ത്രമെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോൾ കരയുമ്പോൾ കണ്ണീര് വരാത്തത് കഷ്ടമാണ്. ഇതിൻ്റെ പകുതി അഭിനയം ദൃശ്യത്തിൽ കാണിച്ചിരുന്നതിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഇവളുടെ കയ്യിൽ ഇരുന്നേനെ എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. റോക്കി ഫാൻസിൻ്റെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടിയല്ല ഈ കരച്ചിലെന്നും പരിഹാസമുണ്ട്. കുറച്ച് ദിവസം മുൻപ് അൻസിബ റോക്കിയെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. അൻസിബയുടെ ഗെയിം പ്ലാൻ ശരിയല്ലെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത്. എതിരഭിപ്രായമുള്ളവരോട് നേർക്കുനേരെ സംസാരിക്കുന്നില്ലെന്നാണ് പ്രേക്ഷകരുടെ വിമർശനം. അൻസിബയുടെ കരച്ചിലിനൊപ്പം ഋഷിയുടെയും അർജുൻ്റെയും കരച്ചിലും ഇതിനോടകം ചർച്ചാ വിഷയമായിട്ടുണ്ട്. പൊതുവെ മിക്കപ്പോഴും സംയമനം പാലിക്കുന്ന അർജുനും ഇത്തവണ വിഷമം സഹിക്കാനായിട്ടില്ല. ഒറ്റയ്ക്കിരുന്ന് അർജുൻ കരയുന്നതും കാണാനായി. മറ്റ് മത്സരാർത്ഥികൾ അർജുനെ വന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റോക്കിയും സിജോയും തമ്മിൽ വഴക്ക് നടക്കുമ്പോൾ ജിൻഡു ഇടപെടാൻ തയ്യാറായിരുന്നില്ല. അപ്സര വന്ന് വിളിച്ചിട്ടും ജിൻഡു വന്നില്ല. അടുത്ത സുഹൃത്തുക്കളായ അർജുനോ ഋഷിയോ ഇടപെടാതെ നിന്നത് എന്താണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും റോക്കി തനിക്ക് ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നുവെന്നാണ് ഗബ്രി പറഞ്ഞത്. അതോടൊപ്പം അൻസിബയുടെ കരച്ചിൽ വൈറലായി മാറിയതോടെ ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: റോക്കി പോയപ്പോൾ കരച്ചിൽ അഭിനയിച്ച് തകർക്കുന്ന 2 പേരാണ് അൻസിബയും ഋഷിയും. 4-5 ദിവസം മുന്നേ അൻസിബ ഋഷിയോട് പറഞ്ഞത് സുരേഷൊക്കെ കൾച്ചറുള്ള ആളാണ്, നല്ല കുടുംബത്തിൽ നിന്നും വരുന്നതാണ്, അതുപോലെയാണ് റോക്കി എന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് റോക്കിയോട് സ്നേഹം വന്നത് എന്തിനായിരിക്കുമെന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാകുന്നതേയുള്ളൂ. മുറിയിൽ കയറിയതെന്ന് പരദൂഷണം പറയുന്നതല്ലാതെ അൻസിബ അവിടെ ആരോടെങ്കിലും നേർക്ക് നേരെ നിന്ന് സംസാരിച്ചിട്ടുണ്ടോ? പുറത്തെ ഏറ്റവും നെഗറ്റീവുള്ള കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും താൻ എതിരാളിയായി കാണുന്ന ആളോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനുള്ള ചങ്കൂറ്റം അവൾ ഇതുവരെ കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. റോക്കിയുടെ അഭാവത്തിൽ വീട്ടിലെ മെയിൻ കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ജാസ്മിന് സാധിക്കും. പക്ഷേ ഗബ്രിയെ പരിഗണിക്കാതെ ഗെയിം കളിക്കണമെന്ന് മാത്രം എന്നാണ് കുറിപ്പിൽ പറയുന്നത്.